അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയമുള്ള വിശ്വാസികളെ, സംസാരിക്കുന്നത് അഖീൽ സഖാഫി, സ്റ്റേഡിയം ജുമാ മസ്ജിദ് ഖതീബ്. പരിശുദ്ധമായ റമളാൻ നമ്മളിൽ നിന്ന് വിട്ടകലുകയാണ്. പെരുന്നാളിലേക്ക് നാം നടന്നു നീങ്ങുമ്പോൾ റമളാൻ ഓർമ്മ വെച്ച, നമുക്കായി മാറ്റിവെച്ച ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് പവിത്രതകളുണ്ട്. പരിശുദ്ധമായ റമളാൻ വിശപ്പിൻ്റെ വില നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾക്ക് എത്രത്തോളം കഷ്ടതയിലൂടെയാണ് അവർ മുന്നോട്ട് ജീവിക്കുന്നത് എന്നത് ഒരു തിരിച്ചറിവ് നൽകുന്ന പാഠമാണ് പരിശുദ്ധമായ റമളാൻ. മാത്രമല്ല, പരസ്പരം ഒരുമിച്ചിരുന്ന് ഇഫ്താറിലൂടെ സ്നേഹം പങ്കിടുവാനും മറ്റുമെല്ലാം നമുക്ക് സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. അതിനു മുമ്പ് ഈ 3 പത്തുകളിലൂടെ ആദ്യത്തെ റഹ്മത്തിൻ്റെ പത്തും മഗ്ഫിറത്തിൻ്റെ പത്തും അതുപോലെ തന്നെ നരകമോചനത്തിൻ്റെയും 10 ദിനങ്ങൾ രാത്രങ്ങൾ കഴിഞ്ഞു പരിശുദ്ധമായ റമളാനിലേക്ക് നാം പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ നമ്മൾ ഇത്രയും ദിവസം നേടിയെടുത്ത ആ ആത്മീയ വിശുദ്ധി ഒരിക്കലും കൈമോശം വരുത്തരുത് എന്ന കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. റമളാനിൽ നമ്മൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ തുടർന്നും നിസ്കരിക്കുവാനും റമളാനിൽ നമ്മൾ പങ്കിട്ട സൗഹൃദങ്ങൾ വീണ്ടും കൊണ്ടു നടക്കുവാനും, തീർച്ചയായും റമളാൻ ഏത് രൂപത്തിലാണോ നമുക്ക് വഴികാട്ടിയത് ആ വഴിയിലൂടെയായിരിക്കണം തുടർന്നും നമ്മുടെ ജീവിതം എന്നുള്ളത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ പങ്കുവെക്കുന്നത്. റമളാനിലെ പോരായ്മകൾ ഫിത്ർ സക്കാത്തിലൂടെ നമ്മൾ തീർക്കുകയും പെരുന്നാളിലേക്ക് ഒരുമിച്ച് കൂടുമ്പോൾ പരസ്പരം ഹസ്തദാനം ചെയ്തുകൊണ്ട് നമ്മൾ പെരുന്നാൾ സന്ദേശം കൈമാറി പിരിയുകയും ചെയ്യുമ്പോൾ ഈ പരിശുദ്ധമായ 30 ദിനരാത്രങ്ങൾ നമ്മളിൽ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള ചിന്തയായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടേതും വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഈദ് ഉൽ ഫിത്ർ ആശംസകൾ നേരുന്നു. അനേവർക്കും ഈദ് ഉൽ ഫിത്ർ ആശംസകൾ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. കേരള